വിദ്യ നിറച്ച് വെളിച്ചമായി തീരാൻ, വിദ്യ പകർന്ന് തെളിച്ചമായി മാറാൻ, ശക്തി മനസ്സിനേകാൻ നമുക്ക് നിർമ്മല ഹൃത്തുമായി ചേരാം. ഉള്ളിലെ കാഴ്ച പൊലിഞ്ഞു പോകാതെ തിന്മകൾ കാണാൻ മടിച്ചു നിൽക്കാതെ, പിഞ്ചു മനസ്സിലെ ജൽപ്പനം പേറാൻ നന്മകൾ കോർത്തെടുത്തൊന്നായി മാറാം. പുത്തനുടുപ്പും പുത്തൻ കുടയും ബാഗുമൊക്കെയായി കുരുന്നുകൾ ഇന്ന് അക്ഷരമുറ്റത്തേക്ക് എത്തി. അറിവിന്റെ ലോകത്തേക്കെത്തിയ കുരുന്നുകളുടെ കണ്ണിൽ കൗതുകവും ലേശം ഭയവും. അച്ഛനമ്മമാരുടെ കൈപിടിച്ച് സ്കൂൾ മുറ്റത്തെത്തിയ അമ്പരപ്പും കുരുന്നുകളുടെ മുഖങ്ങളിൽ. വേനലവധി കഴിഞ്ഞ് ഇന്ന് ജൂൺ 3 സംസ്ഥാനത്ത് സ്കൂളുകൾ തുറന്നു. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ 9:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ചു. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സ്കൂൾ തലത്തിലും പ്രത്യേകം പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. അറിവിന്റെ ലോകത്തേക്ക് എത്തുന്ന കുരുന്നുകളെ സ്വീകരിക്കാൻ വർണ്ണാഭമായ പ്രവേശനോത്സവമാണ് സ്കൂളുകൾ ഒരുക്കിയിരുന്നത്. മധുരം നൽകിയും വാദ്യമേളങ്ങൾ ഒരുക്കിയും നവാഗതരെ വരവേറ്റു. SSLC മൂല്യനിർണ്ണയത്തിലെ പൊളിച്ചെഴുത്തടക്കം ഒരുപാട് മാറ്റങ്ങളാണ് ഈ അധ്യയന വർഷം വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചിട്ടുണ്ട്. 1, 3, 5, 7, 9 ക്ലാസ്സുകളിലാണ് പുതിയ പുസ്തകങ്ങൾ. ലിംഗനീതി ഉയർത്തിപ്പിടിക്കുന്ന പാഠഭാഗങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. 1ാം ക്ലാസ്സിൽ അക്ഷരമാലയും ഇക്കൊല്ലം തിരികെ എത്തി. ആദ്യമായി എത്തുന്നവരെ സ്വീകരിക്കാൻ വർണ്ണാഭമായ സജ്ജീകരണങ്ങളാണ് സർക്കാർ ഒരുക്കിയിരുന്നത്. രാവിലെ 9 മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് സ്വീകരണം നൽകി. തുടർന്ന് പ്രവേശനോത്സവ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം നടത്തി. ജില്ലാതലത്തിൽ നടക്കുന്ന പ്രവേശനോത്സവ പരിപാടികൾക്ക് വിവിധ മന്ത്രിമാർ നേതൃത്വം നൽകി. 2,44,646 കുരുന്നുകളാണ് ഇത്തവണ പുതുതായി 1ാം ക്ലാസ്സിലേക്ക് എത്തുന്നത്. മുൻവർഷത്തെ അപേക്ഷിച്ച് 1ാം ക്ലാസ്സിലെത്തുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വലിയ കുറവ് ഇത്തവണ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇത് 2.98 ലക്ഷമായിരുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ 53,421 പേരുടെ കുറവാണ് ഇത്തവണ ഉണ്ടായത്. ഇത്തവണ സംസ്ഥാനത്ത് ആകെ 39,094 ലക്ഷം വിദ്യാർത്ഥികളാണ് പ്രവേശനം നേടിയത്. സർക്കാർ മേഖലയിൽ 11,19,380, എയ്ഡഡ് മേഖലയിൽ 20,30,091, അൺഎയ്ഡഡ് മേഖലയിൽ 2,99,082 എന്നിങ്ങനെയാണ് ഇക്കുറി പ്രവേശനം നേടിയ കുട്ടികളുടെ എണ്ണം. പ്രവേശനോത്സവ പരിപാടികളിൽ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ആഘോഷ പരിപാടികൾ പാടില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ കർശന നിർദ്ദേശം ഉണ്ടായിരുന്നതിനാൽ കുട്ടികളെ അണിനിരത്തിയുള്ള ഘോഷയാത്രകൾ ഇത്തവണ ഉണ്ടായിരുന്നില്ല. ന്യൂസ് ഡെസ്ക് യോഗനാഥം ന്യൂസ്.